നമസ്കാരം ഗായ്സ്, ഇന്ന് പോകുന്നത് ആർട്ട് ലൈൻ മൂവി ലാബിലേക്കാട്ടോ. അവിടെ ഒരു മൂവിയിൽ പ്രീമിയർ ഷോ നടക്കുന്ന ഇറ്റ്സ് ഗോണ ബി എ ഷോർട്ട് ഫിലിം തെളിവ്. ഇതൊരു യൂട്യൂബ് റിലീസാണ് ആൻഡ് വി ആർ ഗോണ മീറ്റ് ഡയറക്ടർ, കാസ്റ്റ് ആൻഡ് ക്രൂ ഓഫ് ദിസ് മൂവി. ഇതിന്റെ ഫോളോയിങ് വീഡിയോസ് എൻ്റെ ഇൻസ്റ്റാഗ്രാം, എൻ്റെ ഫേസ്ബുക്കിലും ഉണ്ടാവും. സ്റ്റേ ട്യൂൺ ആൻഡ് ചെക്ക് ഔട്ട് ദ പേജസ്. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഈവൻറ്റ്സ് ആൻഡ് പ്രൊമോഷൻ റിലേറ്റഡ് ഈവൻറ്റ്സ് മാത്രം ചെയ്യുന്നൊരു ചാനൽ. അത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടമാവും. ഇല്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. താങ്ക് യു. ഹായ് ഗൈസ്, നമുക്കിന്ന് തെളിവ് എന്ന് പറഞ്ഞ മൂവീൻ്റെ ഡയറക്ടർ കൂടെ കേട്ടോ. സോ ക്വിക്ക്ലി നമുക്ക് ചോദിക്കാം എങ്ങനെയുണ്ട് മൂവി. ലൈക്ക് ജസ്റ്റ് ഒരു വേർഡ്, ലൈക്ക് നിങ്ങൾക്ക് എന്ത് പറയാം ലൈക്ക് അബൌട്ട് ദ മൂവി ടു ദ വ്യൂവേഴ്സ്? ഇതൊരു എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല, ഇതിനകത്ത് നമ്മൾ സമകാലികമായ പ്രശ്നങ്ങൾ മെസ്സേജ് കൊടുക്കാൻ ശ്രമിച്ചിരിക്കുന്നു. ഓക്കെ, നമ്മൾ തെളിവ് എന്ന് പറഞ്ഞ ഇത് കൊടുക്കാനായിട്ട് എന്താണ് ഉദ്ദേശിച്ചത്? നമ്മൾ തെളിവ് എന്ന് തന്നെ കൊടുക്കാം. ചിലവർ ഈ സിനിമ ഇടുമ്പോൾ ഇങ്ങനെ ഒരു ഹുക്ക് കൊടുക്കൂല. ഹുക്ക് കൊടുക്കാതെ വെറൈറ്റി ആയിട്ടൊരു പേരിലായിരിക്കും. അതായത് ഇതാണ് സംഭവം എന്ന് കാണിക്കാതെ തന്നെ ഇതൊരു തെളിവ് തന്നെ വേണം എന്ന് എന്തുകൊണ്ടായിരിക്കും കഥ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ, സ്ക്രിപ്റ്റ് ചെയ്തപ്പോൾ തന്നെ നമുക്കിത് തെളിവെന്ന് പറയുന്നത് നമുക്കത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചു. ഇങ്ങനെ മൂവിയിൽ ലൈക്ക് ഇങ്ങനെ കാസ്റ്റിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു? ലൈക്ക് ഇത് കാസ്റ്റിംഗ് കൂടുതലും ചുറ്റും ഉള്ള സുഹൃത്തുക്കളിൽ നിന്നും അങ്ങനെ കണ്ടെത്തു വരുന്നത്. പ്രത്യേകിച്ച് ഒരു കാസ്റ്റിംഗ് കോളോ ഒന്നുമില്ലായിരുന്നു. നമുക്ക് ഇതിൽ താല്പര്യമുള്ള പലരെയും ഇതിനകത്ത് കാസ്റ്റ് ചെയ്യുകയായിരുന്നു. പ്രത്യേകിച്ചൊരു ഇതിൽ അഭിനയിച്ചിട്ടുള്ള പല ആളുകളും ആദ്യമായിട്ടാണോ അഭിനയത്തിലേക്ക് വന്നിട്ടുള്ളത്? വിനുദേവ് മുമ്പ് കുറേയധികം സിനിമകൾ അഭിനയിച്ചിട്ടുള്ള ആളാണ്. അതിൽ കൂടുതലും പുതിയ ആൾക്കാർ തന്നെയാണ്, ഞാൻ കണ്ടെത്തിയ ആർട്ടിസ്റ്റുകൾ തന്നെയാണ്. നമ്മൾ വളരെ സീരിയസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അതൊരു സീനിലേക്ക് ഒരു സ്ത്രീ കടന്നു വരുന്നുണ്ട്, ഒരു പ്രായമായ ഒരു അമ്മ കടന്നു വരുന്നുണ്ട്. അത് പെട്ടെന്ന് നമ്മളത് കാണുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിലൊരു സന്തോഷവും ഒരു ചിരിയും ഒക്കെ നമ്മളിലേക്ക് കടന്നു വരും. അത് ആ പ്രതിയെ നമ്മളിലേക്ക് കൊണ്ടുവരുന്ന സമയങ്ങളിൽ ആ മീൻ വെള്ളം കോരി ഒഴിക്കുന്ന ഒരു സീനുണ്ട്. അത് ആ ഒരു ഷോട്ടൊക്കെ എടുക്കുമ്പോൾ സാറിന് എന്ത് തോന്നി? ആക്ച്വലി ഞാനൊരു മാധ്യമ പ്രവർത്തകനായിരുന്നു. ഞാനിത് ഫേസ് ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. അപ്പം ഞാൻ ഇത് ചിത്രീകരിക്കുമ്പം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അത് ഒരു പ്രതിയെ എങ്ങനെ കൊണ്ടുവരും, ജനം എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളതാണ് പല സിറ്റുവേഷൻസിലും. അത് കറക്റ്റായിട്ട് അത് കാണിക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയല്ല ചിത്രീകരിച്ചത്. അത് വളരെ നന്നായിട്ടുണ്ടായിരുന്നു ഒരു അറ്റംപ്റ്റ്. ഇങ്ങനെ മെസ്സേജിങ് കൊടുക്കുന്ന എന്തെങ്കിലും അടുത്ത പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഇതുപോലെ തന്നെ നമ്മൾ ഷോർട്ട് ഫിലിംസ് ആയിട്ട് വല്ലതും, അതായത് നമ്മൾ എന്റർടൈനിങ് ആയിട്ടാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതോ ഇനി അടുത്ത എന്തെങ്കിലും പ്രോജക്റ്റ് വരുവാണെങ്കിൽ നമ്മളിങ്ങനെ മെസ്സേജ് ആയിട്ടാണോ പോകുന്നത്, അതോ എന്റർടൈൻമെന്റ് ആയിട്ടാണോ ഉദ്ദേശിക്കുന്നത്? എന്റർടൈൻമെന്റ് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെങ്കിലും നമുക്ക് സൊസൈറ്റിക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കാൻ പറ്റും. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ വളരെ മോശം കാലാവസ്ഥയിലാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്, ഡ്രഗ്സും ലഹരിയൊക്കെ തന്നെ. അതുകൊണ്ട് നമുക്ക് നമ്മളെക്കാൾ ഈ ഒരു മീഡിയം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇത് എത്ര പേരുടെ ഒരു ആഗ്രഹമാണ്? ഇത് നിങ്ങൾ എത്ര ആൾക്കാർ? നമുക്കിപ്പോൾ ഇതിൽ കാണുമ്പോൾ തന്നെ അറിയാം, ഏകദേശം ഒരു 10-29 ആൾക്കാരുടെ മിനി ഫിലിം കണ്ടൊരു ഫീൽ ഉണ്ട്. അതൊരു പഴയ കാല ഒരു മൂവിയുടെ ഒരു ടച്ച് തന്നെ നിങ്ങൾ എടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ കണ്ട് മറക്കാത്ത ഒരു കുറെ പടങ്ങൾ ആ ഒരു രീതിയിലേക്ക് ഒരു പോയിട്ടുണ്ടായിരുന്നു. വളരെ അതെ, പഴയ സിനിമകളെ കണ്ടു വളർന്നതായതുകൊണ്ടായിരിക്കും ആ ഒരു ടച്ച് തന്നെ. സ്പെഷ്യലി ഒരു സോഷ്യൽ അവയർനെസ് എന്നുള്ള രീതിയിലേക്ക് ഈ ഒരു സിനിമ നമ്മൾ കാണുമ്പോൾ അതിനകത്ത് ഇപ്പോൾ ഈ ഒരു മദ്യപാനം മാത്രമല്ല, എനിക്ക് എടുത്തു പറയാനായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ 2 വീലറിൻ്റെ ഒരു യൂസും കൂടെ അതിൽ എടുത്ത് കാണിക്കുന്നു. അപ്പോൾ ഒരു എന്താണ്, ഈ ഒരു കുഞ്ഞു ഷോർട്ട് ഫിലിമിലൂടെ തന്നെ നമുക്ക് ഒരുപാട് മെസ്സേജ് അതിലൂടെ നിങ്ങൾ കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിനൊരു പ്രത്യേക അഭിനന്ദനം. താങ്ക് യു. പിന്നെ മറ്റൊരു കാര്യം ചോദിക്കുക, ഇതിൻ്റെ കളർ ഗ്രേഡിങ്. നമ്മളിപ്പോൾ ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞാൽ പൊതുവെ ഇങ്ങനത്തെ ഒരു കളർ ഗ്രേഡിങ് ചുരുക്കമാണ്. ലൈക്ക് എന്തുകൊണ്ട് ലൈക്ക് ഇങ്ങനെ ഒരു കളർ ഗ്രേഡിങ് ലൈക്ക് ഫുൾ സൈസ് മൂവീൻ്റെ ഒരു കളർ ഗ്രേഡിങ് ആണ് ഇപ്പം ഇതിൽ കാണാൻ പറ്റിയത്. അപ്പം ആക്ച്വലി ഇതിനകത്തൊരു വലിയൊരു സത്യമായ ഒരു ഇത്രയും നല്ലൊരു പ്രൊഡ്യൂസറിനെ കിട്ടിയത് കൊണ്ടാണ് ഇത്രയും സാങ്കേതികമായിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് എന്താണ് ടെക്നിക്കൽ സൈഡിൽ എന്ത് ചെയ്യാനും സപ്പോർട്ടിംഗ് ആയിട്ടുള്ള പ്രൊഡ്യൂസറിനെ കിട്ടിയത് കൊണ്ടാണ് നമുക്ക് ഇത്രയും മികച്ചതാക്കാൻ പറ്റിയത്. പിന്നെ എന്നെ കൂടെ സഹകരിച്ച എല്ലാവരുടെയും എഫേർട്ട് ഇതിനകത്തുണ്ട്. സ്പെഷ്യലി ഇപ്പം കളർ ഗ്രേഡിങ്ങിനെ പറ്റിയിട്ട് പറഞ്ഞു. ഇനി അടുത്തതായിട്ട് പ്രധാനമായിട്ടും പറയാനുള്ള ഒരു കാര്യമാണ് RR, ഇതിൻ്റെ മ്യൂസിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മേഖല എന്ന് പറയുന്നത്. അതെ. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ക്രൂവിനെ ഇതിലേക്ക് സെലക്ട് ചെയ്തെടുത്തത്? നമ്മൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് മ്യൂസിക്കാണ്. BGM ആണ് ഈ സീനിനെ ഇത്ര എലിവേറ്റ് ചെയ്യുന്നത്. അതായത് ക്രൈം ത്രില്ലർ എപ്പോഴും അങ്ങനെയാണല്ലോ.
അപ്പോൾ അതുകൊണ്ട് ജോഷുവ എനിക്ക് നേരത്തെ വേറൊരു സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഉള്ള പരിചയം ഉണ്ടായിരുന്നു. ജോഷുവ ആണ് മ്യൂസിക് GPGM ചെയ്തിരിക്കുന്നത്. അത് ഞാൻ ഇത് പ്രിവ്യൂ കഴിഞ്ഞപ്പോൾ തന്നെ ജോഷുവ വിളിച്ച് പറഞ്ഞിരുന്നു നല്ലൊരു വർക്കായിരുന്നു, ഇതിൻ്റെ നല്ലൊരു അറ്റംപ്റ്റ് അതിലുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരുടെയും ഭാഗത്തുനിന്നും വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് മികച്ചതായെന്ന് വിശ്വസിക്കുന്നു. ഈ ചെയ്തിട്ടുള്ള ത്രില്ലറുകളിലേക്കാണോ കൂടുതലും ഫോക്കസ് ചെയ്തിട്ടുള്ളത്? ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു ജോണറിൽ തന്നെയാണ് എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. വേറെയും ചെയ്യാൻ താല്പര്യം. ഇനി എന്തെങ്കിലും ഇതുപോലെ തരത്തിലുള്ള എന്തെങ്കിലും പണിപ്പുരയിലാണോ പുതിയ ഒരു പ്രോജക്റ്റ് ഉടനെ ഉണ്ടാവും. നടക്കുന്നത്? അപ്പോൾ എല്ലാവിധ ആശംസകളും. നായകനോട് മല്ലടിച്ച് നിൽക്കുന്ന ഒരു വില്ലനൊക്കെ പറയുന്നത് പറയാൻ വാക്കുകൾ കിട്ടാത്തതുകൊണ്ടാണോ? അല്ല, പറയാൻ ആക്ച്വലി ഇത് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുന്നത് ഞാനല്ലല്ലോ പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ യൂട്യൂബിലേക്ക് വരുമ്പോൾ പ്രേക്ഷകർ പറയട്ടെ. പിന്നെ ഈ പ്രിവ്യൂ കണ്ടവർ ഓൾറെഡി അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പിന്നെ സിനിമയെ കുറിച്ച് കൂടുതൽ ഞാനങ്ങോട്ട് പറയേണ്ട കാര്യമില്ല. അല്ല, ഇതിനകത്ത് നമുക്കൊരു വില്ലനായിട്ട് അഭിനയിച്ചപ്പോൾ കിട്ടിയ ഒരു ഹരം കിട്ടിയായിരുന്നോ, ഒരു ഫീല്? അല്ല, തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ രസിച്ച് തന്നെയാണ് ചെയ്യുന്നത്. അതെ. പിന്നെ ഇതിൻ്റെ ഡയറക്ടറും മനുവും പിന്നെ പ്രൊഡ്യൂസറായിട്ടുള്ള ജോൺസൺ സാറും പിന്നെ ഒരു സപ്പോർട്ടുണ്ടല്ലോ. സപ്പോർട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് വന്നപ്പോൾ അത് ഒത്തുചേർന്ന് പോയി. എന്ത് തോന്നുന്നു ഈ ഒരു അഭിനയം? ഇപ്പം എൻ്റെ പ്രിവ്യൂ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് സ്വന്തമായിട്ട് എന്ത് തോന്നുന്നു? എൻ്റെ അഭിനയം കണ്ടിട്ട് എനിക്ക് കൊള്ളാം, ഞാനൊരു സംഭവമാണ് എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ നമുക്ക് തോന്നരുതല്ലോ. ശരി, തോന്നരുത്. നമുക്ക് വീണ്ടും നന്നാക്കി ചെയ്യാമായിരുന്നു എന്ന് തോന്നുന്നു. ഈ ആക്ടിങ് ജേണിയിൽ ഈ രാഷ്ട്രീയക്കാരനായിട്ട് അഭിനയിച്ചിട്ടുണ്ടോ? ആ ഒരു ചേഷ്ടയും ആ ഒരു അങ്ങനെ ഒരു ഇതാദ്യമായിട്ടാണോ? ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ പലരെയും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ മീഡിയ വഴി, പല രാഷ്ട്രീയക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ റെഫറൻസ് വെച്ചിട്ട് ഒരു പക്ഷേ അങ്ങനെ വന്നതായിരിക്കാം. ഒരു ഗൈഡൻസ് ഉണ്ടല്ലോ. നിങ്ങൾ ആ ജീപ്പിലിരുന്നിട്ട് ഒരു ഈവിൾ ചിരിച്ചിരിക്കുന്ന ഒരു സംഭവമുണ്ട്. അതൊക്കെ വളരെ ഒരു നമുക്കൊരു രസം തോന്നിയൊരു സംഭവമായിരുന്നു. തീർച്ചയായിട്ടും, താങ്ക് യു. അത് ഈ ചെയ്യുന്ന സമയത്ത് അങ്ങനെ വന്നു പോകുന്നതായിരിക്കാം. ഒരു പക്ഷേ അങ്ങനെ വേണം എന്ന് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാവില്ല ചില സാധനം. അപ്പോൾ വന്നു പോയതായിരിക്കാം. ഇപ്പം നമ്മൾ ചെയ്യുന്ന ക്യാരക്ടർ ലൈക്ക് നെഗറ്റീവ് ആണ്, ലൈക്ക് അങ്ങനത്തെ റോൾസ് ആണോ കൂടുതൽ ലൈക്ക്, അല്ലെങ്കിൽ ഒരു കോമഡി റോൾസ് അല്ലെങ്കിൽ ഒരു ഫാമിലി മെൻ, എന്ത് റോൾസ് ആണ് കൂടുതൽ ഇൻട്രസ്റ്റ്? ഒരു എന്താ പറയുക, എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഞാനിതുവരെ അങ്ങനെ കോമഡി റോൾസ് ഒന്നും എനിക്ക് വന്നിട്ടില്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. കുറച്ചും കൂടെ താല്പര്യം കുറച്ച് സീരിയസ് ആയിട്ട് ഇങ്ങനെ ക്യാരക്ടേഴ്സ് ചെയ്യാനാണ് താല്പര്യം. അപ്പോൾ അതായിരിക്കുമല്ലോ കുറച്ചുകൂടെ ജനങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ അത് ചെയ്യാനാണ് കുറച്ചുകൂടെ താല്പര്യം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വളരെ രൂപഭാവം കൊണ്ട് ഒരു ഇച്ചിരി ക്യൂട്ടായിട്ടുള്ള ഒരാളാണ് അല്ലേ. നമുക്കൊരു അങ്ങനെ ഒരു നായകൻ്റെ ഒരു രൂപത്തിലേക്ക് പ്രതീക്ഷിക്കുമ്പോൾ നേരെ മറിച്ച് മറ്റൊരു ക്യാരക്ടറിലേക്ക് വരുമ്പോൾ അത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് നമ്മൾ ഓഡിയൻസിനെ സംബന്ധിച്ചിട്ട് ഇച്ചിരി പ്രയാസം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതൊരു ചാലഞ്ചിങ് ആയിട്ട് തോന്നിയായിരുന്നു. തീർച്ചയായിട്ടും. കാരണം പലരും എന്നോട് ചോദിച്ചിട്ടുള്ളത് വേറെ കാക്കിപ്പടന്നൊക്കെ മൂവി ചെയ്ത സമയത്തൊക്കെ സ്ട്രെയിറ്റ് നെഗറ്റീവ് ക്യാരക്ടറാണ്. അപ്പോൾ ഇത്രയും പാവം പിടിച്ചൊരാൾ എങ്ങനെ ഈ ക്യാരക്ടറിലേക്ക് വന്നു എന്ന് ചോദിക്കാറുണ്ട്. എന്തോ അങ്ങനെ ഒരു പക്ഷേ ചില ഈ നമ്മുടെ എന്താ പറയുക, നമുക്ക് നമ്മളുടെ മുൻപ് കുറേ വലിയ ആർട്ടിസ്റ്റുകൾ ചെയ്തു വെച്ചിട്ടുള്ള കുറേ സിനിമകളുണ്ട്. അതൊക്കെ ആയിരിക്കും നമ്മുടെ റെഫറൻസും. അത് കണ്ടു വളർന്നിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ അത് വെച്ചിട്ടായിരിക്കാം ചിലപ്പോൾ പല സ്ഥലത്തും നമ്മുടെ ലുക്കോ അല്ലെങ്കിൽ ഡയലോഗ് ഡെലിവറിയോ ഒക്കെ അതുപോലെ സാമ്യമോ അല്ലെങ്കിൽ അതുപോലെയൊക്കെ ചെയ്യാനൊക്കെ ഉള്ളൊരു ശ്രമമായിരിക്കാം. അതായിരിക്കാം ചിലപ്പോൾ ഒരു പക്ഷേ ഇതിങ്ങനെ ചെയ്തിട്ട് വിജയിക്കുക എന്നൊക്കെ എല്ലാവരും കാണണം. യൂട്യൂബിലേക്ക് വന്നതിന് ശേഷമല്ലേ ഇത് നല്ലൊരു അഭിപ്രായം അറിയാൻ പറ്റും. ഈ മദ്യപാനവും ഇതിൽ വലിയൊരു പ്രമേയമായി മാറിയിട്ടുണ്ട്. തീർച്ചയായും. അപ്പം നമ്മുടെ സൊസൈറ്റിയോട് എന്താണ് പറയാനുള്ളത്? ഒരിക്കലും മദ്യപിക്കരുത് എന്ന് പറയുന്നതല്ല, ഈ മദ്യപാനത്തിൻ്റെ കൂടുതലും ആവരുത് അല്ലേ. ഇപ്പം മയക്കുമരുന്നായാലും ബാക്കിയുള്ള അറിയാമല്ലോ, ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും കൂടുതലാവരുത്. ഇപ്പോൾ എൻജോയ്മെൻറ്റിന് ചിലപ്പോൾ ഒരു എന്താ പറയുക, നമ്മൾ ഒരു ഒക്കേഷണലി ഡ്രിങ്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വലിയ കുഴപ്പമില്ല. പക്ഷെ ഇതിൻ്റെ കൂടുതലേക്ക് വരുമ്പോഴാണ് മറിച്ച് സംഭവിക്കുന്നത്. പല കാര്യങ്ങളും നെഗറ്റീവായിട്ട് വരുന്നത്, അതാണ് പിന്നെ വില്ലനായിട്ട് വരുന്നത് അല്ലേ. അതാണ് നമ്മൾ ഈ ഷോർട്ട് ഫിലിമിലും കണ്ടത്. അപ്പോൾ ഒരിക്കലും മദ്യപാനവും അല്ലെങ്കിൽ മയക്കുമരുന്നിന് അടിമയും ആകരുത് എന്നുള്ളൊരു അഭിപ്രായക്കാരനായിരുന്നു. അതായത് ലഹരിയിലാക്കുന്നതിന് പകരം ലഹരി നമ്മളെ പിടിക്കരുതെന്നുള്ളൊരു. തീർച്ചയായിട്ടും. ലഹരി വേറെ രീതിയിൽ ലഹരി പലതും ആവാമല്ലോ. വായനാശീലം, നല്ല കാര്യങ്ങളിലേക്കാകും. അതൊക്കെ ആയിരിക്കണമല്ലോ നല്ലത്. അപ്പോൾ നിങ്ങളെല്ലാം കണ്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം അവിടെ ചോദിക്കണം, എങ്ങനെയുണ്ട്.
കിട്ടിയ വേഷം വളരെ മനോഹരമായിട്ട് കാണാൻ സാധിച്ചതിൽ ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ്. ഇനിയും നല്ല വേഷങ്ങൾ, ഇതിനേക്കാളും നല്ല നല്ല വേഷങ്ങൾ വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. നിങ്ങളും ഇവിടെ വന്നത് കണ്ട് റിവ്യൂ പറഞ്ഞതിലും ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചതിലും വളരെ വളരെ നന്ദി. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ്. കാര്യം റിവ്യൂ പറയാന്നുള്ളതിലപ്പുറത്തേക്ക് ഇതുപോലുള്ളൊരു മെസ്സേജൊക്കെ കാണുന്ന സമയത്ത് അത് നമ്മുടെയും കൂടെ ഒരു ഉത്തരവാദിത്വമാണ്. ഈ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇതുപോലത്തെ ഒരു ഫീൽഡിൽ നമ്മളും കൂടെ നിൽക്കുമ്പോൾ നമ്മുടെയും കൂടെ ഒരു കൂട്ടുത്തരവാദിത്വമാണത്. നിങ്ങൾ ചെയ്തു, ഇനി ബാക്കിയുള്ള കാര്യം നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മളൊന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാന്നുള്ളത്. മീഡിയ എപ്പോഴും ആക്ടേഴ്സ് ആയാലും പ്രൊഡ്യൂസേഴ്സ് ആയാലും ഡയറക്ടേഴ്സ് ആയാലും എല്ലാവർക്കും വേണ്ടത് മീഡിയക്കാരാണല്ലോ. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ യുഗത്തിൽ സോഷ്യൽ മീഡിയ വളരെ വലിയ സപ്പോർട്ടാണല്ലോ. അത് നിങ്ങളിൽ നിന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഗുഡ്. എനിവേസ് നിങ്ങളിത് കണ്ടു നോക്കൂ. കണ്ടിട്ട് ലൈക്ക് യു വിൽ ഗെറ്റ് ടു നോ അബൌട്ട് ദ മൂവി വൈ ഐ ഇൻട്രൊഡ്യൂസ് ഹിം. ലൈക്ക് ദർ ഇസ് സംതിങ് ഇതിൽ കാണാനുണ്ട്. തെളിവ് ഷോർട്ട് ഫിലിം യൂട്യൂബിൽ ഇറങ്ങിയാൽ ഉറപ്പായിട്ടും നിങ്ങൾ കാണണം. ഓൾറൈറ്റ്, അപ്പം ഇതിലായിട്ട് നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾറൈറ്റ്, താങ്ക് യു.